ഹായ്. ഇപ്പോൾ നമ്മൾ കേട്ടുണരുന്നതും കേട്ടുറങ്ങുന്നതുമായ കുറെ വാർത്തകളാണ് കുറച്ച് ദിവസമായി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, ജീവമാത കാരുണ്യ ഭവനിലെ മമ്മി ഗിരിജയുടെയും മകൻ വിഷ്ണുവിന്റെയും കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്രയുമായ കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമാണ്, ആ കുട്ടി വിഷ്ണുവിന്റെ ഭാര്യ ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് 1 വർഷം പോലും തികഞ്ഞില്ല. അതിനു മുന്നേ ആ കുട്ടി ഓൾറെഡി അനാഥയായിരുന്നു. ഇപ്പോൾ ഒരു കൈക്കുഞ്ഞുമായി ആ കുട്ടി വീണ്ടും അനാഥത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ കുട്ടിയുടെ കുറെ ഞെട്ടിക്കുന്ന വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നത്. ആ വീഡിയോയ്ക്ക് മുന്നിലുള്ള ഒരു ജീവിതമല്ല, അതിന് പുറകിലും മുന്നിലും പുറകിലും ഉള്ള കുറെ ജീവിതമുണ്ട്. അതേപ്പറ്റി ആർക്കും അറിയില്ല. വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോൾ എല്ലാവരും സന്തോഷമായി, കാരണം അഭിനയമാണല്ലോ. അപ്പം സന്തോഷമില്ലല്ലോ, സന്തോഷമായി അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ അവരുടെ വിവാഹം നടന്നതോടുകൂടി അവർ കയറി അങ്ങ് വൈറലായി. അപ്പോൾ തന്നെ അവര് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. അവർക്ക് ആ യൂട്യൂബ് ചാനലിൽ നിന്നും കഴിഞ്ഞ മാസം കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിൽ കൂടുതലാണ്. കാരണം അവരുടെ ഓരോ വീഡിയോ ലെന്ത് വീഡിയോ കൂടുതലുള്ളതാണ്. അത് കണ്ടുപോകുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ ലക്ഷങ്ങൾ ഉള്ള വ്യൂവേഴ്സ് ഉള്ള ഒരു വീഡിയോയ്ക്ക് തന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടാറുമുണ്ട്. അപ്പോഴത്തേക്കിന് അവർ അഹങ്കാരമോ അങ്ങ് കൂടുകയും ചെയ്തു. അപ്പൊ ഇപ്പോഴിതാ ആ വലിയൊരു മരം, ഭയങ്കരമായിട്ട് കായ്കനികൾ ഉണ്ടാകുന്ന മരം ചുവടോടെ താഴെ വീണിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് വോയിസുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ മമ്മി ഗിരിജയെ കണ്ടു കഴിഞ്ഞാൽ വെറും പച്ചപ്പാവം, പച്ചവെള്ളം ചവച്ചരിച്ച് കുടിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. നന്മ മരമാണ്. കാരണം അനാഥാലയത്തിൽ വളർന്ന ഒരു അനാഥ പെൺകുട്ടിയെ സ്വന്തം മകന് വിവാഹം ചെയ്തു കൊടുത്ത് ആ സ്ത്രീ കേറിയങ്ങ് വൈറലായെന്ന് പറഞ്ഞാൽ മണ്ടയിൽ പോയി. നന്മകൾ കൊണ്ട് കേരളം മുഴുവൻ ആ സ്ത്രീയെ അങ്ങ് പൊതിഞ്ഞു. ഇതുപോലെ നന്മ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ കേരളത്തിൽ വേറെയാണ്, കാണാനുമേ ഇല്ല. ഏകദേശം 1 വർഷം പോലും ആയില്ല. അവര് ഈ വൈറലായതിനു ശേഷം ഭാര്യയും ഭർത്താവും, അതായത് വിഷ്ണുവും അവന്റെ ഭാര്യയും കൂടി ഒരു ചാനൽ അങ്ങോട്ടങ്ങ് തുടങ്ങി. ആ ചാനലോ വെച്ചടി കയറ്റവുമായി അതിന് അവര് സമ്പാദിക്കുന്നത് ലക്ഷങ്ങളും. അതൊക്കെ പോട്ടെ, അത് അവരുടെ കാര്യമാണ്. ഈ മമ്മി ഗിരിജ നടത്തുന്ന അനാഥാലയത്തിന് ഇഷ്ടംപോലെ സ്പോൺസർ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കും ആഹാരമൊന്നും കൊടുക്കാറില്ല. അവരെ പട്ടിണി കിട്ടും. ഒരു മാനസിക രോഗിയായിരുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. വാർത്തകൾ പുറത്തു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വീഡിയോയിൽ ലൈവിലാ വന്നിരുന്നു പറഞ്ഞത്, ഈ വിഷ്ണുവിനും അല്ലെ അമ്മയ്ക്കും ഒന്നും ആ കുട്ടിയെ, ഇപ്പൊ വിഷ്ണു കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ആയത് കാരണം മാത്രമാണ് കല്യാണം കഴിച്ചത്. ആ മകനും ഇഷ്ടമായിരുന്നില്ല. കല്യാണം കഴിച്ചു. അവരുടെ ഉദ്ദേശം 2-3 വർഷം കുട്ടിയെ കൂടെ താമസിപ്പിച്ചിട്ട് കുട്ടിയെ തട്ടിക്കളയാം എന്ന ഉദ്ദേശമായിരുന്നു. എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുട്ടി ജീവനോടെ രക്ഷപ്പെട്ടു. നമുക്കല്ലെങ്കിൽ സൗമ്യയെ പോലെയോ പാമ്പിനെ അഴിച്ചുവിട്ടോ കൊന്നതോ അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊന്നതോ പോലെയൊന്നും ആവില്ലല്ലോ. ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്കിപ്പോൾ പറയാനായിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയിരിക്കുന്നത്. ആ കുട്ടിക്ക് ഇപ്പോഴാണ് പ്രസവരക്ഷ കിട്ടേണ്ട സമയത്ത് അമ്മയും മകനും എവിടെയോ ഒളിവിൽ പോയി. ഈ കുട്ടി എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഈ കുട്ടിയുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് ബോഡിയൊക്കെ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തിട്ട് ലക്ഷങ്ങൾ അമ്മയും മരുമകനും വാങ്ങിക്കുന്നു എന്നാണ് നമ്മൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ ഉള്ളവർ തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വിട്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല. അതുപോലെ
അതിൽ അന്തേവാസിയായിരിക്കുന്ന അമ്മമാരെയും ഒക്കെ അവൾ ഉപദ്രവിക്കുമായിരുന്നു. ഈ മമ്മി ഗിരിജ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കുകയല്ല, അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു മാനസിക രോഗിയായിരുന്നു സന്ധ്യ എന്നൊരു കുട്ടിയെ തല്ലിക്കൊന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തല്ലിക്കൊന്നു, അവിടെ തന്നെ കുഴിച്ചു മൂടി എന്നുമാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാർത്തകളാണ് അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം താറുമാറാകാനായിട്ട് തുടങ്ങിയത്. ഒന്നാമത് ഈ മമ്മി ഗിരിജയ്ക്ക് ഈ മരുമകളെ ഇഷ്ടമായിരുന്നില്ല. ആ കുട്ടി പ്രഗ്നന്റ് ആയത് കാരണം കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചു അവരുമായിട്ട് നന്മ മരവുമായി. ആ വീട്ടിലെ ആ കുട്ടിയെ ദിവസവും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ മമ്മി ഗിരിജയും മകനും. ഈ മകനായിട്ട് ഓർഫനേജിൽ കാരുണ്യ ഭവനിൽ വേറെ പെൺകുട്ടികളുമായിട്ട് ബന്ധവുമുണ്ട്. ഒരുപാട് സ്ത്രീകളെ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചു, ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ അന്തേഭവനിൽ, ആ കാരുണ്യ ഭവനിൽ ഒരുപാട് പെൺകുട്ടികളെ ലൈംഗികതയ്ക്ക് വിധേയാക്കിയിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ഈ മമ്മി ഗിരിജയെ കാണാനായിട്ട് ആ ഓർഫനേജല്ല ആ കാരുണ്യ ഭവനിലേക്ക് ഒത്തിരി ആൾക്കാർ ഒഴുകിയെത്തിയിരുന്നു ഇങ്ങനെ. ഇപ്പോൾ ആ പെൺകുട്ടി നിമിത്തമാണ് ഈ കാരുണ്യ ഭവൻ പൂട്ടാൻ പോകുന്നത്. ഏതാനും ഇനി നമ്മൾക്കത് പൂട്ടാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം DNA റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്താലോ ആ കുട്ടിയുടെ ജീവിതം കട്ടപ്പുകയാണ്. ഒന്നാമതേ അവളെ ഇഷ്ടമായിരുന്നില്ല. കാരണം അവിടെ പ്രസവത്തോടു കൂടിയാണ് ഈ കാരുണ്യ ഭവനിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും എല്ലാവരും ഓരോരുത്തരായി അവരുടെ അനുഭവമൊക്കെ പങ്കുവെക്കുന്നതും. ഈ കുട്ടിയുടെ പ്രസവത്തോട് ശേഷമാണ് അവരെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഏതോ ഒരു യൂട്യൂബർ അവരുടെ വീഡിയോയിൽ ഇട്ടിരുന്നു മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണ്. അതേ തുടർന്നാണ് കാര്യങ്ങൾ ഒരുപാട് വഷളാകാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഈ കുട്ടി എവിടെയാണെന്നോ ഈ മമ്മി ഗിരിജയും മകനും എവിടെയാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അതുപോലെ മരുമകനും അമ്മായിയമ്മയും തമ്മിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുമുണ്ട്. അപ്പോഴേ ഇനി ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് സർക്കാർ അംഗീകാരം എന്തിനാണ് കൊടുക്കുന്നത്? അതും ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനത്തില് അംഗീകാരം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിരുന്നും കൊണ്ട് തന്നെ അതിലെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതേപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നിരുന്നിട്ടും ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പൊ സന്ധ്യ പല്ലകിയും ഒരു ഷബീന ബീവിയും ഒക്കെയാണ് അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പുറം ലോകം അറിയിച്ചിരിക്കുന്നത്. അപ്പോഴേ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അനാഥയായ പെൺകുട്ടി, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ആ കുട്ടി 18 വയസ്സാകുന്നതിന് മുന്നേ പ്രഗ്നന്റായി. അത് 18 വയസ്സാകുന്നതിന് മുന്നേ ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രഗ്നന്റായി. അത് തെറ്റായ കാര്യമാണ്. പക്ഷേ ആ കുട്ടി ഒന്നാമത്തെ അനാഥയായിരുന്നു. ഇപ്പോൾ ഇനി ആ കുട്ടിക്ക് ഒരു കുട്ടിയും കൂടെ ആയപ്പോൾ ആ കുട്ടി ഇനി എവിടെ പോകും? അതുകൊണ്ട് ആ കുട്ടിക്ക് ഒന്നും വരരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ വിഷ്ണുവിനെ DNA ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എനിക്ക് ഒരുപാട് പറയാൻ പറ്റുന്നില്ല, എന്റെ തൊണ്ടവേദന എടുക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി. തൊണ്ടയ്ക്ക് വേദന ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്.